ഞങ്ങൾക്ക് ഡീലുണ്ട്. ഞങ്ങൾ ഉൾപ്പെടെയുള്ള കേരളത്തിലെ ജനങ്ങൾ സംശയിക്കുന്നത് ഈ നടന്ന കാര്യങ്ങളൊക്കെ ഒരു ഡീലിന്റെ ഭാഗമാണ് എന്നാണ്. ഇല്ലല്ലോ, ഇനി ഈ ഗവൺമെന്റ് ഒപ്പിട്ടാലും അംഗീകരിക്കില്ല. ഈ ഗവൺമെന്റ് ഒപ്പിട്ടാലും നമ്മൾ അംഗീകരിക്കില്ല എന്ന് ഇല്ലല്ലോ. അപ്പൊ പാടില്ല എന്നല്ലേ പറഞ്ഞത്. എങ്ങനെ UDFന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്കുള്ള അഭിപ്രായം പറയാം. നമ്മൾ UDFന്റെ ഭാഗം, നമ്മൾ സ്വതന്ത്ര നിലപാട് സ്വീകരിക്കുന്ന MLA-മാരാണ്, സ്വതന്ത്രരാണ്. UDF പിന്തുണച്ചിട്ടുണ്ട്. UDF പിന്തുണച്ചവർ ഇന്ന് പാർലമെന്റിൽ ഇരിക്കുന്നുണ്ട്. കേന്ദ്ര കമ്മിറ്റി മെമ്പർ ഇന്ന് പാർലമെന്റിൽ ഇരിക്കുന്നുണ്ട്, CPM-ന്റെ പിന്തുണ അല്ലെ കോൺഗ്രസിന്റെ പിന്തുണയോടിയിട്ട്. അതുപോലെ UDF ഞങ്ങളെ പിന്തുണച്ചത് ഞങ്ങൾ MLA-മാരെ ഞങ്ങൾ സ്വതന്ത്രമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഞങ്ങൾ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി അംഗങ്ങളല്ല. ഞങ്ങൾ UDFന്റെ ഭാഗം തന്നെയാണ്, എന്നാൽ പാർലമെന്ററി പാർട്ടി അംഗങ്ങളല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അഭിപ്രായം പറയാം. കോൺഗ്രസ് അഭിപ്രായം പറയുന്നില്ലേ? അതിപ്പോ നമ്മൾ ആലോചിച്ചിട്ടില്ല. അത് ഇപ്പൊ അതിനെക്കുറിച്ച് ഒരു ഞങ്ങൾ ഞങ്ങൾ സ്വതന്ത്ര MLA-മാരുണ്ട്. ഇത് സംബന്ധിച്ച് അങ്ങനെ ഒരു ചർച്ചയൊന്നും നമ്മൾ ആരും നടത്തിയിട്ടില്ല. നമ്മളിപ്പോ സ്വതന്ത്ര MLA-മാരെന്നുള്ള നിലക്ക് UDFന്റെ ഭാഗമായിട്ട് നമ്മളിപ്പോ നിൽക്കുന്നുണ്ട്. ഫണ്ട് വെട്ടിപ്പ് നടന്നിട്ടില്ല, ധനാവഹനം നടന്നിട്ടില്ല എന്ന് തന്നെയാണ് CPM-ന്റെ എല്ലാ നേതാക്കളും പറഞ്ഞത്. അവിടെ സ്ഥാനാർത്ഥിയെ മാറ്റിയാൽ അതിത് ധനാവഹനം നടന്നു എന്ന് സമ്മതിക്കുന്നതിന് തുല്യമായി പോലെ. അപ്പോ ആ ഒരു സാങ്കേതികത്വത്തിലാണോ അവിടെ പാർട്ടി പെട്ടുപോയത്? ഇപ്പൊ തെറ്റുപറ്റി എന്ന് പറഞ്ഞാൽ ഏത് കാര്യത്തിലാണ് തെറ്റുപറ്റി? പയ്യന്നൂർ തളിപ്പറമ്പ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെറ്റുപറ്റി എന്ന് ഗോവിന്ദ മാഷ് പറഞ്ഞില്ലേ മാധ്യമങ്ങളോട്? ഏത് കാര്യത്തിലാണ് തെറ്റുപറ്റി? അതിലൂടെ എന്താണ് ജനങ്ങൾ അർത്ഥമാക്കേണ്ടത്? പരോക്ഷമായി സമ്മതിക്കുകയാണ്. ഈ പാർട്ടിക്ക് ജനങ്ങളുമായിട്ടുള്ള നാഭീനാള ബന്ധം നഷ്ടപ്പെടുന്നു എന്നതിന്റെ സൂചനയാണ്. 10 വർഷം അധികാരത്തിൽ ഇരുന്നപ്പോ പാർട്ടിക്ക് ജനങ്ങളുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. പാർട്ടിയുടെ പോക്കിനോട് വലിയ രീതിയിലുള്ള അതൃപ്തി ജനങ്ങൾക്കുണ്ട്. പാർട്ടി അനുഭാവികളായ പാർട്ടി മെമ്പർമാരായ ജനങ്ങൾക്ക് വലിയ നിലയിൽ അതൃപ്തി ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് പറഞ്ഞിട്ടും പ്രയോജനമില്ല, അതൊന്നും പാർട്ടി പരിഗണിക്കുന്നില്ല, നേതൃത്വത്തിൽ ചിലർക്ക് തോന്നുന്ന കാര്യങ്ങളാണ് നടപ്പാക്കുന്നത് എന്ന ചിന്ത പാർട്ടിക്കകത്ത് ശക്തിപ്പെട്ടു വരികയാണ്. അതിൻ്റെ പ്രതിഫലനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. കാരണം വോട്ട് ചെയ്യുമ്പോൾ ആരും അറിയില്ലല്ലോ. അപ്പോൾ അവരുടെ പ്രതിഷേധം പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം ആണ് തെരഞ്ഞെടുപ്പ്. ആ അവസരം അവർ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് LDFന്റെ ഈ പരാജയം നമ്മളെ ബോധ്യപ്പെടുത്തുന്ന. പ്രത്യേകിച്ച് പയ്യന്നൂരിന് തളിപ്പറമ്പ്. പയ്യന്നൂരും തളിപ്പറമ്പ് ഒരുപോലെയല്ല. ഒരു ഘട്ടത്തിൽ തളിപ്പറമ്പിൽ UDF ജയിച്ചിട്ടുണ്ട്. പക്ഷെ പയ്യന്നൂർ ഇന്നേ വരെ മറ്റൊരാളും ജയിച്ചിട്ടില്ല. പയ്യന്നൂരിൻ്റെ പ്രത്യേകത എല്ലാ രാഷ്ട്രീയ പാർട്ടികളും യോജിച്ച് നിന്നാലും CPM-നെ പരാജയപ്പെടുത്താൻ സാധിക്കാത്ത മണ്ഡലമായി കരുതുന്നതാണ് പയ്യന്നൂർ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത്രയും സ്വാധീനമുണ്ട്. അവിടെയാണ് ഈ തിരിച്ചടി ഉണ്ടായത്. കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ LDFന് കിട്ടിയതിൽ 25,000-ത്തിലധികം വോട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത്. ആ 25,000-ത്തിലധികം വോട്ട് എനിക്ക് കൂടിയിട്ടുണ്ട്. അതിന് പുറമെ 8,000-ഓളം വോട്ട് കൂടിയിട്ടുണ്ട്. അപ്പം ഇത് എവിടുന്ന് വന്ന വോട്ടാ? ദേശാഭിമാനി ഒരു വാർത്ത എഴുതി, കൗണ്ടിങ് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോൾ. എന്താ വാർത്ത എന്നറിയോ? BJPയുടെ 10,000 വോട്ട് കാണാനില്ല, ചുവന്ന മഷിയിൽ 3 കോളം തലക്കെട്ട്. വാർത്ത ഏതാണ്? BJPയുടെ 10,000 വോട്ട് കാണാനില്ല. എന്തിനാ അങ്ങനെ ഒരു വാർത്ത കൊടുത്ത്? എൻ്റെ വിജയത്തിൻ്റെ മാറ്റ് കുറക്കാൻ എന്ന് പറഞ്ഞാൽ BJPയുടെ വോട്ട് കൊണ്ടാണ് ഞാൻ ജയിച്ചത്. 11,200 ചില്ലറ വോട്ട് കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ BJPക്ക് അവിടെ കിട്ടിയത്. ഇത്തവണ 9,000-ത്തിനടുത്ത് വോട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട്. 2,000-ത്തിനടുത്ത് വോട്ടിന്റെ കുറവാണ് ഉണ്ടായത്. അതെങ്ങനെയാ 10,000 വോട്ടാവുക? 5 വർഷത്തെ വളർച്ച കൂടി
ലീഡർഷിപ്പ് മാറിയതുകൊണ്ട് പ്രയോജനമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ കലക്റ്റീവ് ലീഡർഷിപ്പാണ്, കൂട്ടായ നേതൃത്വമാണ്. കമ്മിറ്റിയിൽ തുറന്ന അഭിപ്രായം പറയാനും അങ്ങനെ പറയുന്ന എല്ലാ അഭിപ്രായങ്ങളും കേട്ട് അതിൽ ശരിയേത് തെറ്റേത് എന്ന് നേതൃത്വം വിലയിരുത്തി അതിനനുസരിച്ച് തീരുമാനമെടുത്ത് പോകുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പക്ഷെ സമീപകാലത്ത് അത് കാണുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നേതൃത്വത്തിൽ വരുന്ന ഒരു വ്യക്തിയല്ല. പക്ഷേ ഈ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയെ പറ്റി പല രീതിയിൽ തെരഞ്ഞെടുപ്പിന് ശേഷം പല രീതിയിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. സോഷ്യൽ മീഡിയയിൽ തന്നെ അദ്ദേഹം ഒരു റബ്ബർ സ്റ്റാമ്പാണെന്നൊക്കെയുള്ള വിമർശനങ്ങൾ വന്നിരുന്നു. ഈ നേരത്തെ സുധീഷേട്ടൻ പറഞ്ഞതുപോലെ ഈ പാർട്ടിക്കകത്ത് കളക്റ്റീവായി വരുന്ന അഭിപ്രായങ്ങൾ അത് നേതൃത്വത്തെ അറിയിക്കലാണല്ലോ കൂടിയാണല്ലോ ജില്ലാ സെക്രട്ടറിയുടെ റോള്. പക്ഷെ അദ്ദേഹത്തിന് വലിയ രീതിയിൽ വീഴ്ച പറ്റിയില്ല. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനങ്ങളടക്കം അത് പല രീതിയിൽ പാർട്ടിക്ക് വോട്ട് ചോർത്തിയെന്ന് പാർട്ടിക്ക് ഘടകങ്ങളിൽ തന്നെ വിമർശനം ഉയർന്നിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു റോള് അതിനെപ്പറ്റി എന്താ പറയാനുള്ളത് നിലവിൽ മുൻ സെക്രട്ടറിമാരെ അപേക്ഷിച്ച്? നേതൃത്വത്തിലുള്ള സഖാക്കൾ ഇല്ലാതെ കീഴ്കമ്മിറ്റികൾ ചേരാറില്ല. വളരെ വളരെ അപൂർവമായി ഒരു 0.1% അങ്ങനെ മറ്റോ ചിലപ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും അവിടെയുള്ള വിഷയം ചർച്ച ചെയ്യാൻ ചിലപ്പോൾ ചേർന്നേക്കാവുന്നതല്ലാതെ എല്ലാ കമ്മിറ്റികളും ചേർമ്പോൾ ഉപരി കമ്മിറ്റിയിലെ സഖാക്കൾ അതിൽ പങ്കെടുക്കുന്നതാണ്. അപ്പോൾ അവർക്കെല്ലാം അറിയാം. അതിന് പുറമെ ഉയർന്നു വന്ന അഭിപ്രായങ്ങൾ സെക്രട്ടറി ഉപരി കമ്മിറ്റിയെ അറിയിക്കുകയും ചെയ്യാറുണ്ട്. ഇവിടെ അയാളുടെ പത്രസമ്മേളനം എന്ന് പറയുന്നത് ജനങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പോൾ പയ്യന്നൂരിൻ്റെ സാമ്പത്തിക തിരിമറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുജനങ്ങളോട് പറയാൻ പൊതുജനങ്ങളോട് പറയാൻ ബാധ്യതയില്ല, ബഹുജനങ്ങളോട് പറയാനേ ബാധ്യതയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ജനങ്ങൾക്ക് ഇത് വല്ലതും മനസ്സിലായോ? ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം, കൗണ്ടിങ് കഴിഞ്ഞതിന് ശേഷം വർഗീയ ധ്രുവീകരണത്തിൻ്റെ ഫലമാണ് ജില്ലയിലെ പരാജയം എന്ന് പറഞ്ഞില്ലേ? ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാൻ കഴിയും. കണ്ണൂർ ജില്ലയിൽ വർഗീയ ധ്രുവീകരണത്തിൻ്റെ ഫലമാണ് LDFന്റെ തെരഞ്ഞെടുപ്പ് പരാജയം എന്നതിന് ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? KK രാഗകൃഷ്ണനോ അല്ല മറ്റു ആർക്കും? അപ്പോൾ ഈ രീതിയിൽ ജനങ്ങൾക്ക് ബോധ്യപ്പെടാത്ത മറുപടികളും വിശദീകരണവുമാണ് ജില്ലാ സെക്രട്ടറി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബഹുജനങ്ങളിൽ KK രാഗേഷിനെ കുറിച്ച് ഇങ്ങനെ ഒരു മോശമായ ഇംപ്രഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. അത് കൂടി വരുന്നത് ഇതിൻ്റെയൊക്കെ ഫലമായിട്ടാണ്. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് ജില്ലാ കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലും ഒക്കെ 1-2 അംഗങ്ങൾ ഇതിനെ അനുകൂലിച്ചു എന്ന് പറഞ്ഞു. സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞാൽ അവരെങ്കിലും ഇതിനെ അനുകൂലിച്ചെന്ന് ജനങ്ങൾ അറിയേണ്ടതില്ല. അപ്പൊ അവരുടെ ആരൊക്കെയാണെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ എതിർത്തവരെ പറയാൻ കുറെ ആൾക്കാരുണ്ട്. നമ്മള് അവരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞ ജില്ലാ സെക്രട്ടേറിയറ്റിൽ TK ഗോവിന്ദൻ മാത്രമാണ് എതിർത്തത്, തനിക്ക് സ്ഥാനാർത്ഥി ആവണം എന്ന് മാത്രമാണ് TK ഗോവിന്ദൻ പറഞ്ഞത്. ഈ കാര്യമാണ് അവർ നമ്മോട് പറയുന്നത്. അല്ല, അതിൽ ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഒരാൾ ഒഴിച്ച് അങ്ങനെ തന്നെ പറയാം, ഒരാൾ ഒഴിച്ച് ആളെ പേരൊന്നും പറയേണ്ട കാര്യമില്ല. അത് നിങ്ങളോട് അങ്ങനെ ആളെ പേരിന് ഞാനൊരു ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ 10-60 വർഷം പ്രവർത്തിച്ചൊരു പാർട്ടിയാണ്. ആ പാർട്ടിയിൽ ഉണ്ടായിരുന്ന കാലത്ത് പല ചർച്ചകളും പല കാര്യങ്ങളെ സംബന്ധിച്ച് നടന്നിട്ടുണ്ടാവും. പാർട്ടി വിട്ടുപോയപ്പോൾ അതൊക്കെ വിളിച്ചു പറയാന്നുള്ളത് ഒരു എന്താ പറയേണ്ട ഒരു മാന്യതയ്ക്ക് ചേർന്നതല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അതൊന്നും പറയില്ല എന്ന് ആദ്യത്തെ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആരാണ് അതിൽ അങ്ങനെ പറഞ്ഞത്, ആരാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ അതിൽ നിന്ന് ഉത്തരം എൻ്റെ നിന്ന് കിട്ടില്ല. പക്ഷെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഒരാൾ മാത്രമേ അതിനെ അംഗീകരിച്ചിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ പറഞ്ഞു ശരിയാ, TK ഗോവിന്ദൻ 60 വർഷമായി പാർട്ടി, എന്താ ആഗ്രഹിച്ചോയാൽ ഭയങ്കര കുഴപ്പമായി പോവോ? എന്ത് അർഹതയാണ് അവിടെയുള്ള സ്ഥാനാർത്ഥിക്ക് മത്സരിക്കാനുള്ളത്? ആ അർഹത ഉണ്ടാക്കാൻ വേണ്ടി MV ജയരാജൻ മഹത്തായ തൊഴിലാളി വർഗത്തിന്റെ പടവാളിലൊരു ലേഖനം എഴുതിയല്ലോ. എന്താ എഴുതിയത്? ഇന്ന് വരെ കേരളത്തിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥിയെക്കുറിച്ച് അങ്ങനെ ലേഖനം വന്നു? ദേശാഭിമാനിന്റെ എഡിറ്റ് പേജിൽ ദേശാഭിമാനിക്കാരിരിക്കുന്നുണ്ടല്ലോ. ലജ്ജിച്ച് തല താത്തിട്ടില്ല ആളുകൾ. ഈ സ്ഥാനാർത്ഥിന്റെ ഗുണഗണങ്ങൾ ഞാൻ ചോദിച്ചത്, ശൈല ടീച്ചറുടെ സ്ഥാനാർത്ഥിയല്ലേ, കേന്ദ്ര കമ്മിറ്റി മെമ്പറല്ലേ? എന്തേ ശൈല ടീച്ചറെ അവഗണിച്ചത്? ശൈല ടീച്ചറല്ലേ നിങ്ങൾ ജയിപ്പിക്കേണ്ടതായിരുന്നു. അതിനു വേണ്ടി നിങ്ങൾ ശക്തി സകലവും സംഭരിച്ചു പോകേണ്ടതായിരുന്നു. അതിന് പകരം നിങ്ങൾ ലേഖനം എഴുതി ബോധ്യപ്പെടുത്താണ് ആ മഹത്വം മുഴുവൻ. ഇത് ഏത് രീതിയായത്? ജില്ലാ കമ്മിറ്റി ഉൾപ്പെടെ ഉണ്ടായിരുന്ന പങ്കെടുക്കുന്ന സമയത്ത് ഈ ശക്തമായ രീതിയിൽ ഫണ്ട് തിരിമറി വിവാദം ഉൾപ്പെടെ ഉയർത്തിയതാണ് ജില്ലാ കമ്മിറ്റി. ആ ജില്ലാ കമ്മിറ്റി TK ഗോവിന്ദൻ മാസ്റ്റർ ഉണ്ട്. പക്ഷെ TK ഗോവിന്ദൻ മാസ്റ്റർ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ ഉൾപ്പെടെ V. കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങൾ പൂർണ്ണമായും ശരിയാണ് എന്നൊരു അഭിപ്രായം TK ഗോവിന്ദൻ മാസ്റ്റർ സ്വീകരിച്ചിട്ടുണ്ട്. ആ ഘട്ടങ്ങളിലെങ്കിലും TK ഗോവിന്ദന്റെ പിന്തുണ V. കുഞ്ഞികൃഷ്ണൻ ഉണ്ടായിരുന്നു ആ കമ്മിറ്റിയിൽ ഉന്നയിക്കുന്ന ഘട്ടത്തിൽ ഈ ഫണ്ട് വിവാദം? അത് പറഞ്ഞില്ലല്ല, അത് പറഞ്ഞത് ശരിയല്ല. അങ്ങനെ ഒരു ഘട്ടത്തിലും ഞാൻ പറഞ്ഞിട്ടില്ല.
ഒരു ഘട്ടത്തിൽ. കാരണം എന്താ അറിയോ, ആ തിരുമറിയെ സംബന്ധിച്ച് പാർട്ടി ജില്ലാ കമ്മിറ്റിയിലെ അവിടുത്തെ ഏരിയ കമ്മിറ്റിയിലെ മഹാഭൂരിപക്ഷം സഖാക്കളും ഈ കണക്ക് എം പി ജയരാജൻ ഉണ്ടാക്കി സമർപ്പിച്ച കണക്ക് അംഗീകരിച്ചിട്ടില്ല. ഒരാളും അംഗീകരിച്ചിട്ടില്ല. മാഷ് പറഞ്ഞത് ഈ മറ്റേ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ കണക്ക് വിശ്വസിക്കാനാണ് ജനങ്ങൾക്ക് താല്പര്യം, പാർട്ടി ആ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്തിയതാണ് എന്നാണ് അന്ന് ഇവിടെ നിന്ന് മാഷ് പറഞ്ഞത്. അല്ല, അതിലൊരു കാര്യം ഞാൻ പറയാം. അത് ഞാനായാലും ഗോവിന്ദ മാഷായാലും പാർട്ടിയിൽ നിൽക്കുന്ന സമയത്ത് പാർട്ടി എടുക്കുന്ന നിലപാട് അത് ചിലപ്പോൾ ഉൾപാർട്ടി ജനാധിപത്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടല്ല, ജനാധിപത്യ കേന്ദ്രീകരണത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. പക്ഷേ ആ നിലപാടിന് വ്യത്യസ്തമായി കീഴ് കമ്മിറ്റികളിൽ വിശദീകരിക്കാൻ ഈ പാർട്ടിക്കകത്ത് നിൽക്കുന്നിടത്തോളം കാലം ഒരു സഖാവിനും സാധിക്കില്ല. അത് ഈ പാർട്ടിയുടെ ഒരു രീതിയാണ്.